ഈ കാണുന്ന മുതലിനെ ബസ് കയറ്റി വിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ഒരു സാധനം കാണുന്നത്. പണ്ട് ഞാനും എൻ്റെ അനിയനും കഞ്ഞിയും കറിയും കളിക്കുന്ന സമയത്ത് അവിയൽ വയ്ക്കാനും സാമ്പാർ വയ്ക്കാനും തോരൻ വയ്ക്കാനും ഉപയോഗിച്ചിട്ടുന്ന സാധനത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ കിലോയ്ക്ക് 1000 രൂപയാണ് വില എന്ന് കേട്ടപ്പോൾ അന്ന് ഞെട്ടിയായിരുന്നു. ഇപ്പോൾ വലിയ ഞെട്ടലൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് തോട്ടം വേറെ അങ്ങനെ എന്തുകൊണ്ട് പറയണേ, ഞങ്ങൾക്ക് ഇതന്നോ എന്നും കളിക്കുന്ന സാധനം തന്നെയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് അടുക്കളയിൽ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മമ്മി മേഡം ലാസ്റ്റ് കട റമദാൻ്റെ ഒതുക്കലിലോട്ടാണ്. അടുക്കളേൻ്റെ ചെറിയ രീതിയിൽ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കരുതി എന്തായാലും കഴിച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം. അങ്ങനെ ഞാൻ ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. സംഭവം ഭയങ്കര പുളിപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പുളിപ്പായിരുന്നു. പിന്നെ ഇനി എന്തായാലും കളയാൻ പറ്റത്തില്ല, കഴിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. റിദാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൻ അല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എടുത്ത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉമ്മാക്ക് ഒട്ടും ഇരിക്കപ്പുറത്ത് ടെറസിൻ്റെ മേളൂടെ അങ്ങ് തൂത്തേക്കാണ്. അപ്പോൾ വെയിൽ വരുന്ന മുമ്പേ ഉമ്മ ടെറസിൻ്റെ മേളൊക്കെ തൂക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിനി ഒന്നും ചെയ്തില്ല പറയാൻ പാടില്ല, അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പെട്ടെന്ന് തന്നെ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് എടുത്തുകൊണ്ട് വന്ന് വാഷ് ബേസിനിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് തേക്കൽ അങ്ങോട്ട് തുടങ്ങി. എന്നും കഴുകണത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ അഴുക്കൊന്നും ഇല്ല. പക്ഷേ എൻ്റെ പൊന്നു മോനാണെങ്കിൽ എപ്പോഴും കൊണ്ടുവന്ന് കളർ ഇതിനകത്ത് കഴുകി ഒഴിക്കുന്നത് കൊണ്ട് അവിടെ വടി പിടിച്ച പോലെ ഇരിക്കുന്നു. കാണുമ്പോൾ എന്താ വൃത്തിയില്ലായ്മ കൊണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തേച്ച് പറണ്ടിയൊക്കെ എടുത്ത് കഴുകി സംഭവം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ മാമി കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ മീനൊന്നും കിട്ടിയില്ല. അപ്പോഴത്തെ ഉമ്മ പറഞ്ഞു, നീ ഇപ്പം മീൻ കിട്ടാതെ ഇത് ഇളക്കിയിട്ടൊരു കാര്യവുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് അവിക്കാൻ പറഞ്ഞു. ഈ സംഭവം ഭയങ്കര ടാസ്ക്കാണ് എന്നെ ഏൽപ്പിച്ചത്. എനിക്ക് ഈ സംഭവം പൊളിക്കണമെന്ന് ഇഷ്ടമുള്ള കാര്യമില്ല. ആരെങ്കിലും ഇതെല്ലാം ചെയ്തു തന്നെ ഞാൻ കഴിക്കും. ഞാൻ ഈ ചക്ക പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീടിൻ്റെ അപ്പുറത്തുള്ള 2 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ എൻ്റെ മക്കളെ വാലാണോ അതോ എൻ്റെ മക്കൾ ഇവരെ വാലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇവർക്ക് 4 പേർക്കും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും എൻ്റെ പിള്ളേരെ കണ്ടില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. അപ്പോൾ 2 പേരും കൂടെ ഓടി ഇങ്ങെത്തും. അപ്പോൾ അതിലൊരാളെ പിടിച്ച് ഞാൻ ചക്ക ഇറക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടും ഞാൻ ചക്ക ഇറക്കലൊക്കെ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഉള്ളി മുളക് ഞോടാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഈ വന്ന അതിലുള്ള അവളെ അനിയൻ പറഞ്ഞു അവൻ പോയി കാന്താരി മുളക് പറിച്ചുകൊണ്ട് വരാമെന്ന്, എവിടെയോ വിളയിലുണ്ടെന്ന്. അങ്ങനെ അവൻ പോയി കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മുളക് ചമ്മന്തി റെഡിയാക്കി എടുത്തു. എന്നിട്ട് ചക്കയും കൂടെ അവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കക്കുരു വെന്ത് വന്നപ്പോഴത്തേക്ക് സൂപ്പർ ചക്കയായിരുന്നു. ഉമ്മ അടുക്കളയിരുന്ന് തന്നെ കഴിച്ചു. ഞങ്ങൾ നട്ടുച്ചയാണെന്നൊന്നും നോക്കില്ല, ഇത് എപ്പോൾ കിട്ടിയാലും കഴിക്കും. ചക്കയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കഴിച്ചു. പക്ഷേ ഈ മുളകിൻ്റെ എരിവ് അതൊരു രക്ഷയില്ലായിരുന്നു. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.